തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് തൃശൂർ നഗരത്തിൽ റോഡ് ഷോ അരങ്ങേറി. തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പെന്ന് VS സുനിൽകുമാർ. സഖാവ് വി രാഘവന്റെ പാർലമെന്ററി സ്മരണകൾ ഉറങ്ങുന്ന സ്വരാജ് റൗണ്ടിലെ സ്മരണകളെ തൊട്ടുണർത്തിക്കൊണ്ടിതാ സഖാവ് സുനിൽകുമാർ കടന്നു വരുന്നു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനൊപ്പം LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, LDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ അണിനിരന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയുടെ മുൻനിര വാഹനത്തിൽ നിന്ന് മുഴങ്ങിയ P ബാലചന്ദ്രൻ MLA അനൗൺസ്മെന്റ് പ്രവർത്തകരിൽ ആവേശം പകർന്നു. യുവാവായിരിക്കുമ്പോൾ പൊരുതുന്ന യുവാക്കളുടെ മുന്നിൽ തീപ്പന്തമായി ജ്വലിച്ച സഖാവ് സുനിൽകുമാർ കടന്നു വരുന്നു. പൂർവസൂരികൾ അംഗം വെട്ടി വീണ മണൽത്തരികളെ, ആ ഓർമ്മകളെ തൊട്ടുണർത്തിക്കൊണ്ടിതാ ഞങ്ങളുടെ നേതാവ് സുനിൽകുമാർ കടന്നു വരുന്നു. സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ റോഡ് ഷോ സമാപിച്ചു. 2019 പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകാൻ ജനങ്ങൾ തയ്യാറായ സാഹചര്യമല്ല രാജ്യത്തുള്ളതെന്നും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും കാവലാളാകാൻ LDFനെ കഴിയൂവെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും VS സുനിൽകുമാർ TCVയോട് പറഞ്ഞു. വളരെ നല്ല ഒരു വിജയം കരസ്ഥമാക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയ സാഹചര്യങ്ങളും സംഘടനാപരമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് ആണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിൽക്കണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആ വിഷയത്തിൽ ഏറ്റവും ശക്തമായ ചാഞ്ചല്യമില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരിക്കും അതിന് ഏറ്റവും ഉചിതമായ രാഷ്ട്രീയ ശക്തി എന്നുള്ളത് ഇന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണത്തിന് തുടക്കമിട്ട LDF ചൊവ്വാഴ്ച സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോ നടത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ.